മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആർക്കും പോകണ്ട. ഇന്നലെ നൈറ്റ് തിരിയുടെ കുറച്ചധികം വർക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് രാവിലെ ഒത്തിരി താമസിച്ച് എഴുന്നേറ്റത്. മക്കൾക്കും പോകണ്ട. ഇന്ന് എനിക്കും പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ചായ എല്ലാം കുടിച്ച് കുറേ സമയം ഇരുന്നിട്ടാണ് ഞാൻ ജോലി തുടങ്ങിയത്. അപ്പോൾ രാവിലെ വെളിയിൽ തീ പിടിപ്പിച്ച് കഞ്ഞിക്ക് വെള്ളം ഇട്ട് വേഗം തന്നെ അരി കഴുകിയാൽ കിട്ടുക കേട്ടോ. ചോറ് അവിടെ കിടന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അകത്തെ പരിപാടിയൊക്കെ പതുക്കെ തീർത്താൽ മതിയല്ലോ എന്നാണ് എൻ്റെ വിചാരം. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചപ്പാത്തിക്ക് മാവ് അയച്ച് വെച്ചിട്ട് മുറിക്കകത്തോട്ട് ക്ലീനിങ്ങിന് കയറി കേട്ടോ. കുറച്ചധികം തുണി മടക്കാനുണ്ടായിരുന്നു, കുറച്ച് കഴുകാനുണ്ട്, മക്കളെ കുറച്ച് പരിപാടികളുണ്ട്, ബാഗൊക്കെ ഒന്ന് കഴുകണം. അങ്ങനെ എല്ലാം കൊണ്ട് രാവിലെ തീർത്തി പിടിച്ച് നിൽക്കുവാണേ. അപ്പോൾ നമ്മുടെ കേശൂട്ടൻ്റെ മൗലികൻ രാവിലെ കാപ്പി കൊടുത്തു. കേശൂട്ടൻ കുറച്ച് മല്ലി ടിന്നിലാക്കുന്ന ജോലിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഞാനും പെട്ടെന്ന് തന്നെ ചായ കുടിക്കാനിരുന്നേ. നല്ല വിശപ്പായതുകൊണ്ട് വളരെയധികം ആസ്വദിച്ച് ഞാൻ കഴിക്കുകയാണേ. പക്ഷെ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കുറച്ച് തിരി കൊടുക്കണമെന്നും പറഞ്ഞാൽ നമ്മളൊരു കടയിൽ നിന്ന് വിളിച്ച് പിന്നെ വേഗം തന്നെ ഞാൻ റെഡിയായി അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ജോലിയെല്ലാം അവിടെ കിടക്കുവാണേ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 2 മണിയായി. നല്ലൊരു ഉറക്കം ഞാനങ്ങ് ഉറങ്ങി എഴുന്നേറ്റ് കേട്ടോ. നല്ല ക്ഷീണമായിപ്പോയി. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് മക്കൾക്ക് വേഗം ചായ ഇട്ട് കൊടുത്തു. അപ്പോൾ രാവിലെ തുടങ്ങിയിട്ട ജോലിയെല്ലാം അവിടെ തന്നെ കിടക്കുക. പെട്ടെന്ന് വിളി വന്നപ്പോഴത്തേക്കും അതെല്ലാം അവിടെ ഇട്ടിട്ടാണ് ഞാൻ പോയത്. ഒരു ജോലി ഇല്ലയെന്നും പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് നല്ല 8ൻ്റെ പണി കിട്ടിയൊരു ദിവസമായിപ്പോയി ഇന്നത്തെ ഞായറാഴ്ച. പിന്നെ ഞാൻ ചായ എല്ലാം കുടിച്ചിട്ട് മുറ്റം ഒന്ന് വൃത്തിയാക്കാൻ ഇറങ്ങി കേട്ടോ. നിറച്ചും കരിയിലയായിരുന്നേ. പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ തൂത്ത് കൂട്ടിയിട്ട് അതൊക്കെ കത്തിച്ചു. പിന്നെ അതേ കുറച്ച് മീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, നങ്ക്, കുറച്ച് മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം കറി അങ്ങ് വെക്കാം. കുറച്ച് പാവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ മെഴുക്ക് വരട്ടാനായിട്ട്. ഇവിടെ ഞാനും കേശുമോനും മാത്രമേ പാവയ്ക്ക കഴിക്കത്തുള്ളൂ. അവൻ പാവയ്ക്ക തോരൻ വെച്ചാലൊന്നും കഴിക്കത്തില്ല. ഉള്ളിയൊന്നും ഇടാതെ മുളക് പൊടി ഇട്ട് മാത്രം മെഴുക്ക് വരട്ടി കൊടുത്ത് അവന് ഇഷ്ടമാണ്. അപ്പോൾ വേഗം തന്നെ ഞാൻ തേങ്ങയും കൊച്ചുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ച് തക്കാളിയും കുടംപൊടിയും പച്ചമുളകും കൂടെ കീറിയിട്ടിട്ട് അരപ്പങ്ങ് കലക്കി വെച്ച് കേട്ടോ. നങ്കായതുകൊണ്ട് അരപ്പ് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിട്ടാൽ മതി. പിന്നെ ഞാൻ നങ്കും കുറച്ച് മത്തിയും കൂടെ വറക്കാനായിട്ട് എടുത്തു. കുരുമുളകും പെരുംജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ പെരട്ടിയിട്ട് നമുക്ക് മീനങ്ങ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ അരപ്പ് നല്ലോണം തിളച്ച് വരുവേ. പിന്നെ ഞാനങ്ങ് മെഴുക്ക് വരട്ടാനിട്ട് കേട്ടോ. ഇത് അപ്പം ഉണ്ടാക്കുന്ന അപ്പച്ചട്ടിയാണ്, പക്ഷേ അടിക്ക് പിടിക്കുന്നത് കൊണ്ട് അമ്മ പറഞ്ഞ് മുട്ട വറുത്ത് മെഴുക്ക് പുരട്ടുകയൊക്കെ ഈ ചട്ടിക്കകത്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നെ അപ്പം ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല മയത്തിൽ കിട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യുവാണേ. പിന്നെ പാവയ്ക്ക അങ്ങ് ഇട്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല അത് കൊച്ചുള്ളിയൊക്കെ ഇട്ട് മെഴുക്ക് പുരട്ടാൻ. പക്ഷെ അവനത് ഇഷ്ടമല്ലേ. അതുകൊണ്ട് അവൻ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ചുമ്മാ ഇങ്ങനെ മെഴുക്ക് പുരട്ടി എടുക്കുക. അവൾ പിന്നെ ഇതൊന്നും കൂട്ടത്തേയില്ല. ഇനിയിപ്പോൾ അടുത്ത ജോലി എന്ന് പറയുന്നത് പെരയ്ക്കൊന്ന് തൂത്തിറക്കണം, കുളിക്കണം, വിളക്ക് കത്തിക്കണം. ഇപ്പം തന്നെ സമയം 5 മണിയായി കേട്ടോ. അപ്പം നമ്മുടെ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കഴുകി വെച്ച് നങ്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ നങ്കെന്ന് പറഞ്ഞ മീൻ പല സ്ഥലത്ത് പല പേരാട്ടോ പറയുന്നത്. ഈ യൂട്യൂബിലെ ഫ്രണ്ട്സ് തന്നെ ചില നമ്മൾ നങ്കെന്ന് പറയുമ്പോൾ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളിവിടുത്തെ നങ്കുമീൻ. നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് പാത്രം അധികം കഴുകാനുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും മടിയുള്ള ജോലിയാണ്. തുണി കഴുകും, പാത്രം കഴുകും. അത് ആ സൈഡിൽ കിടപ്പുണ്ട്. ഇവിടെ ഒന്ന് ഒതുക്കിയിട്ട് നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ട് റെഡി ആയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. എണ്ണ കുറച്ചാണ് ഞാൻ മെഴുക്ക് വരട്ടിയത്. അതങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ മീൻ വറക്കാനുള്ളതിട്ട്. നമ്മുടെ വട്ടമത്തിയാണ് കേട്ടോ, നല്ല മത്തിയല്ല, പക്ഷേ ഇവിടെ വറുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. നങ്ക് ഞാൻ വറക്കാനുള്ളത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഞാൻ യുദ്ധം തുടങ്ങി പാത്രമായിട്ട്. കുറച്ച് പാത്രമേ ഉള്ളൂ, എങ്കിലും എനിക്ക് കഴുകാൻ മടിയായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി. ആ സമയം കൊണ്ട് നമ്മുടെ മീൻ മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി പോയി മീൻ കഴുകണം, വിളക്ക് കത്തിക്കണം, മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ കുറേ ജോലി പിന്നെയും കിടപ്പുണ്ടെന്നേ. എങ്കിലും ജോലി ഒന്നും ഇല്ലാത്ത ദിവസമാണെന്ന് കരുതിയിട്ട് എനിക്ക് നല്ല ജോലി കിട്ടിയ ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ഞായറാഴ്ച. അപ്പം ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വിളക്ക് കത്തിച്ച് കേട്ടോ. ഇനി നാമം ചൊല്ലണം, മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. നാളെയും എൻ്റെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരും.